ഹായ് ഡിയർ. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു റീഡിംഗ് ആണ് നോക്കിയിട്ടുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. അപ്പോൾ ഇതിൽ റെസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ റിസീവ് ചെയ്യുക. പോസിറ്റീവ് എനർജീസ് മാത്രം റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയർ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണമായിട്ട് മനസ്സിലാകുന്നത്, ഇതിലൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും ചിന്തിക്കുന്നത്, ഞാൻ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ. അതായത് ആ ഒരു വ്യക്തി അവരുടെ ലോകത്താണ്, അവരുടെ കാര്യങ്ങളിലാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട്. അതാണ് ഇതിന് ഇവിടെ ഒരു റീസണായിട്ട് മനസ്സിലാകുന്നത്. അതേസമയം നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കുറേയധികം പരിശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് മനസ്സിലാകുന്നത്. മുൻപും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ വീണ്ടും അത് റിപ്പയർ ചെയ്ത് വീണ്ടും അവർക്ക് ഒരു സ്നേഹം നൽകാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അതേസമയം അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കമ്മിറ്റഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നിട്ടും അത് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാതെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ ഡിയർ, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. നിങ്ങൾക്കിപ്പോഴും ആ ഒരു വ്യക്തിയോട് അമിതമായ എന്നതിലുപരി വളരെ സ്നേഹമാണ്. അതേസമയം ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഒന്നുകിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നീതി ലഭിച്ചിട്ടില്ല എന്നായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടും നിങ്ങൾക്ക് ഒരു സ്നേഹം നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല, നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് അവർ ഈ ഒരു കറണ്ട് ടൈമിൽ ചിന്തിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല. അതവിടെ നിന്നോട്ടെ. നിങ്ങൾക്കും അതൊരു ദോഷമാകരുത്, ആ ഒരു വ്യക്തിക്കും ഒരു ദോഷമാകാത്ത രീതിയിൽ അതവിടെ നിൽക്കട്ടെ. ആ ഒരു സ്നേഹം റിസീവ് ചെയ്യാനായിട്ട് അവർ തയ്യാറാകാത്ത സമയം വരെയും നിങ്ങൾക്കതിനെ ഉള്ളിൽ സൂക്ഷിക്കാൻ മാത്രമാണ് സാധിക്കുക, അല്ലേ? എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ക്രിയാത്മകമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ചിന്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ളൊരു സമയമാണ്. നിങ്ങൾ വളരെയധികം ഇമോഷണലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ആ ഒരു ഇമോഷണൽ സൈഡ് ഒന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ഇമോഷൻസിനെ പോസിറ്റീവ്ലി കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ ഒരു 3 months വരെയും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധ്യത. അതായത് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ വില്ലിങ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അതായത് കമ്മിറ്റ്മെൻറ്റ് തരണമോ മുന്നോട്ട് പോകണോ എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. 3 monthsന് ശേഷം ഒരു ചിന്തിക്കുകയാണ്, ഈ റിലേഷൻഷിപ്പ് ഒന്നുകിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അതല്ലെങ്കിൽ അല്ലാതൊരു തീരുമാനം എടുക്കാം എന്ന്. അത്തരത്തിൽ ഒരു കൃത്യമായി ചിന്തിക്കുകയും അവിടെ ഒരു പ്ലാന് മനസ്സിൽ വരികയും ചെയ്യുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒന്നുകിൽ ആ ഒരു വ്യക്തിയായിരിക്കാം തീരുമാനിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടായിരിക്കാം ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തുവാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ വളരെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ. അപ്പോൾ ഇതിന് ഒരു 3 monthsന് ശേഷം നിങ്ങൾക്ക്, അതായത് ഒരു 6 monthsനുള്ളിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതുവരെ ഉള്ള സമയത്ത് നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു ഇമോഷണൽ സൈഡ് ഒഴിവാക്കിക്കൊണ്ട് വളരെ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് ശ്രദ്ധിക്കുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകും. ഈ റിലേഷൻഷിപ്പും അത്തരത്തിൽ പോസിറ്റീവ്ലി ചേഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അപ്പോൾ നിങ്ങളതിനായിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മുടെ സൈഡാണ് എപ്പോഴും പെർഫെക്റ്റ് ആക്കി വെക്കാനായിട്ട് സാധിക്കുക.
അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങളിതിനെ റിസീവ് ചെയ്യുക. ഓക്കെ ഡിയർ. അപ്പോൾ ഡിവൈൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ.